അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം. സൂറത്തു സൽസല, നാലാമത്തെ സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ആ ദിവസത്തിൽ ഭൂമി അതിൻ്റെ വിവരങ്ങൾ പറഞ്ഞു തരും. യൗമഇദിൻ, അന്ന്, തുഹദ്ദിസു, ഭൂമി പറയും, അഖ്ബാറഹ, അതിൻ്റെ വിവരങ്ങൾ. ഭൂമി കിടുകിടെ വിറപ്പിക്കപ്പെടുകയും അതിനകത്തുള്ള എല്ലാറ്റിനെയും ഭൂമി പുറന്തള്ളുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ അങ്ങേയറ്റം പരിഭ്രാന്തനാകുന്നു. പരിഭ്രാന്തനായി അവൻ വല്ലാതെ ഭയവിഹുലതയോട് ചോദിക്കുന്നു, എന്താണ് ഈ ഭൂമിക്ക് പറ്റിയത്? ഞങ്ങളെ പിടിച്ചു നിർത്തിയിരുന്ന, ഞങ്ങൾക്ക് സുഖമായ താമസത്തിന് സൗകര്യം ചെയ്തിരുന്ന, ഞങ്ങൾക്ക് ആശ്രയമായിരുന്ന, അത്താണിയായിരുന്ന ഭൂമി ഞങ്ങളെയും കൊണ്ട് ആടി ഉലയുകയാണല്ലോ. എവിടെയും പിടിക്കാനാവുന്നില്ല, എവിടെയും അവലംബമില്ല, എല്ലാം ആടിയുലയുകയാണ്. ധാരാളം ഭൂമി കുലുക്കങ്ങൾക്കും പൊട്ടിത്തെറികൾക്കുമെല്ലാം മനുഷ്യൻ സാക്ഷിയായിട്ടുണ്ടെങ്കിലും ഇത്തരം ഭീകരമായ ഒന്ന് അവൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അതിൻ്റെ അന്താളിപ്പിൽ അവൻ ചോദിക്കുന്നു, മാ ലഹാ, ഭൂമിക്ക് എന്തു പറ്റിയെന്ന്. ആ ചോദ്യത്തിന് ഉത്തരമായി അള്ളാഹു പറയുകയാണ്, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി അന്ന് അതിൻ്റെ വിവരങ്ങൾ പറയും. എന്താണ് ഭൂമി പറയുന്ന അതിൻ്റെ വിവരങ്ങൾ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സ്വഹാബികളോട് ചോദിച്ചു. ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിഹിൽ ആയ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ സുമ്മ ഖാൽ അതദ്റൂന മാ അഖ്ബാറുഹ ഖാലു അല്ലാഹു വറസൂലുഹു അഅലം. അല്ലാഹുവിനും അല്ലാഹുവിൻ്റെ റസൂലിനും മാത്രമേ എന്താണ് ഭൂമി അന്ന് പുറത്തു പറയുന്ന വിവരങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് അറിയുകയുള്ളൂ എന്ന സ്വഹാബിമാരുടെ മറുപടിക്ക് അള്ളാഹുവിൻ്റെ റസൂൽ എന്താണ് അഖ്ബാർ, ഭൂമി പുറത്തു പറയുന്ന വിവരങ്ങൾ എന്ന് വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന അഖ്ബാറഹ അൻ തശ്ഹദ അലാ കുല്ലി അബ്ദിൻ വ അമത്തിൻ ബിമാ അമില അലാ ലഹ്രിഹ അൻ തഖൂൽ അമില കദാ വ കദാ യൗമ കദാ വ കദാ ഫഹാദിഹി അഖ്ബാറുഹ. ഭൂമി പുറത്തുവിടുന്ന വിവരങ്ങൾ എന്നാൽ അത് സാക്ഷ്യം വഹിക്കുക എന്നതാണ്. ഇന്നയടിമ ഇന്ന പ്രവർത്തനം, ഇന്നാലിന്ന പ്രവർത്തനങ്ങൾ ചെയ്തു, ഇന്നാലിന്ന ദിവസത്തിലെന്ന് ഭൂമി പറയുകയാണ്. ഭൂമിയെ മറച്ചുകൊണ്ട് ഒരു പ്രവർത്തനവും ആർക്കും ചെയ്യാനാവില്ലല്ലോ. മനുഷ്യൻ ഭൂമിയിലാണ് വസിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ നല്ലത് ചെയ്താലും മോശം ചെയ്താലും ഭൂമി അതിന് സാക്ഷിയാണ്. അതിനെക്കുറിച്ച് ഭൂമി പറയും എന്നാണ് അതിൻ്റെ അഖ്ബാർ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു. മറ്റൊരിക്കൽ റസൂലുള്ള പറഞ്ഞു, ഹഫളു മിനൽ അർളി ഫഇന്നഹ ഉമ്മുക്കും ഇന്നഹു ലൈസ മിൻ അഹദ് ആമിൽ അലൈഹ ഖൈറൻ ഔ ശർറൻ ഇല്ലാ വഹിയ മുഖ്ബിറ. ഭൂമിയെ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് നിങ്ങളുടെ അടിവേരാണ്. ആ ഭൂമിയിൽ ഏതൊരു മനുഷ്യൻ ഏത് നന്മ ചെയ്താലും ഏത് തിന്മ ചെയ്താലും ഭൂമി അതിനെക്കുറിച്ച് ഖബർ, വാർത്ത, വൃത്താന്തം, വിവരം നൽകുന്നതാണ് എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം ഖജനാവിലെ മുതലെല്ലാം അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുത്താൽ ഖജനാവിനെ നോക്കി പറയുമായിരുന്നു, ഖജനാവേ, സത്യസന്ധമായാണ് ഞാൻ നിന്നെ നിറച്ചത്, സത്യസന്ധമായാണ് ഞാൻ നിന്നെ കാലിയാക്കിയത്. ഈ വിഷയം നീ അള്ളാഹുവിൻ്റെ മുന്നിൽ സാക്ഷ്യം വഹിക്കണം കേട്ടോ എന്ന്. അഥവാ ഭൂമി സാക്ഷ്യം പറയുന്നത് അനുകൂലമാകണമെങ്കിൽ ജീവിതം സത്യസന്ധമാകണം. ഭൂമി എല്ലാം വെളിപ്പെടുത്തും, എല്ലാം പുറത്തു കൊണ്ടുവരും. ആ കൊണ്ടുവരുന്നതിൽ നന്മയാണ് ഉണ്ടാവേണ്ടത്. ഭൂമി നമ്മുടെ സൽകൃത്യങ്ങളെ, സൽക്കർമ്മങ്ങളെ, സുഹൃതങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന രൂപത്തിൽ ആ ഭൂമിയിൽ സുഹൃതങ്ങൾ ചെയ്യാൻ കഴിയണം. ജീവിതം അങ്ങനെയാക്കി മാറ്റാൻ സാധ്യമാകണം. അങ്ങനെ സാധ്യമായാലേ ഭൂമി അതിൻ്റെ അഖ്ബാർ അവിടെ വിവരിക്കുമ്പോൾ, വിവരങ്ങൾ പറയുമ്പോൾ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതിനാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഭൂമിയെ നല്ല ജാഗ്രതയോടെ കാണണം. നാളെ ഈ ഭൂമി തന്നെ നമുക്ക് വിനയായി മാറാത്ത വിധം ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമാകണം. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ 4 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക. ഫ ഫ ഹ ഹ ഖ ഖ ദാൽ ദാൽ. യൗമഇദിൻ തുഹദ്ദിസു, തൻവീനിന് ശേഷം താ വന്നിരിക്കുന്നു. ഇവിടെ മറച്ച് മണിക്കണം. ഇഖ്ഫ എന്നാണ് ഈ നിയമത്തിന്റെ പേര്. യൗമഇദിൻ തുഹദ്ദിസു
تحدث أخبارها يومئذ تحدث أخبارها അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.